ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പല ആളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് സ്ത്രീകൾ എപ്പോഴും ഈ പണം, സൗന്ദര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പുറകെയാണ് പോകുന്നത്. അവരെപ്പോഴും റിലേഷൻഷിപ്പിൽ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുന്നത് ഇതുപോലെ ഒരുപാട് സൗന്ദര്യമുള്ള ആളുകളെ അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ക്യാഷ് ഉള്ള ആളുകളെയൊക്കെ ആണെന്ന്. ശരിക്കും പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ഒരു സ്ത്രീ ശരിക്കും പറഞ്ഞാൽ പണത്തെക്കാളും സൗന്ദര്യത്തെക്കാളും ഒക്കെ കൂടുതൽ ഒരു പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇമോഷണൽ സപ്പോർട്ടും അതുപോലെ സൗമ്യമായിട്ടുള്ള സ്വഭാവ രീതികളൊക്കെയാണ്. ചിലപ്പോൾ പണത്തിന് പുറകെ പോകുന്ന സ്ത്രീകൾ ഉണ്ടാവാം, പക്ഷേ മെജോറിറ്റി ഓഫ് സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്തൊക്കെയാണ് ശരിക്കും ഒരു സ്ത്രീക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്നാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് റെസ്പെക്റ്റ്. ഒരു സ്ത്രീ സ്നേഹം പോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പല ആളുകൾക്കും തെറ്റിദ്ധാരണയുണ്ട്. ഈ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ വിളിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചേട്ടാന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു, ഇത് മാത്രമാണെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ പാർട്ട്ണറിന്റെ ഒപ്പീനിയൻ കൂടി കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനും എൻ്റെ ഭാര്യയും ഒരു ടീമാണ്. അതിന് ചുറ്റുമുള്ള ആളുകൾ, അതായത് നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ പാരൻസ്, നമ്മുടെ സിബ്ലിങ്സ്, ബാക്കി എല്ലാവരും ഈ ടീമിന്റെ പുറത്തുള്ള ആളുകളാണ് എന്ന് മനസ്സിലാക്കുകയും നിങ്ങളുടെ ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്. സോ ഒരു സ്ത്രീ എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് റെസ്പെക്ട് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ഇമോഷണൽ സപ്പോർട്ട്. ശരിക്കും പറഞ്ഞാൽ പല ആളുകൾക്കും അറിയില്ല എന്താണ് ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പല ആളുകളും ഇത് സോഷ്യൽ മീഡിയാസിലാണെങ്കിലും ഇങ്ങനെ ഓരോരോ പരിപാടികളിലാണെങ്കിലും കേൾക്കുന്നുണ്ട് ഈ ഇമോഷണൽ സപ്പോർട്ട് എന്നുള്ള ടേം. പക്ഷെ എക്സാക്ട് ഇതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും അറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളും നിങ്ങളുടെ വൈഫും അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഹസ്ബൻഡ് വൈഫിന്റെ കൂടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഫിസിക്കലി ഈ ഒരു പേഴ്സൺ ഈ ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ ഒരു ഭാര്യന്റെ കൂടെ ഈ ഒരു ഹസ്ബൻഡ് ഫിസിക്കലി ഉണ്ട്, ഫിസിക്കലി അവിടെ അവൈലബിൾ ആണ്. പക്ഷെ അവർ ഇമോഷണലി അവൈലബിൾ ആണോ? അല്ല. ഇമോഷണൽ പ്രസൻസ് എന്ന് പറയുന്നത് നമുക്ക് അയാളുടെ അടുത്തില്ലെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് നമ്മളുടെ ടെക്നോളജീസ് ഒക്കെ ഒരുപാട് വളർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ഫോൺ വിളിച്ചിട്ട് ഫോണിലൂടെ നമുക്ക് നമ്മുടെ വൈഫിന് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. എങ്ങനെയെന്നല്ലേ, ഇപ്പൊ അവരൊരു പ്രശ്നത്തിൽ നിൽക്കുകയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ പറയാണ്, ഞാനുണ്ട് കേട്ടോ നിന്റെ കൂടെ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് ഫേസ് ചെയ്യാം, ഞാനുണ്ട് നിന്റെ കൂടെ. ഇത് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇമോഷണൽ സപ്പോർട്ടാണ് നിങ്ങളുടെ വൈഫിന്. അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് വേർഡ്സിലൂടെ പറഞ്ഞാൽ പോരാ, അത് പ്രാവർത്തികമാക്കുക കൂടെ വേണം. എന്നാൽ പോലും ഈ രീതിയിലുള്ള വാക്കുകളും അവൾക്ക് നല്ല രീതിയിലുള്ള സ്ട്രെങ്ത് കൊടുക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇമോഷണൽ സപ്പോർട്ടാണ് അവളുടെ ഹാപ്പിനെസ്സിൽ അവളുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾക്ക് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക, അവളെ മോട്ടിവേറ്റ് ചെയ്യുക. ഇതെല്ലാം ഇമോഷണൽ സപ്പോർട്ടിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇനി നിങ്ങൾ ആരും നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ട് എന്താണെന്ന് അറിയില്ല എന്ന് പറയരുത്. ഇനി മൂന്നാമത്തെ കാര്യമാണ് വിശ്വസ്തത അല്ലെങ്കിൽ ലോയാലിറ്റി എന്ന് പറയുന്നത്. ഈ സ്ത്രീകളുടെ ഒരു ക്യാരക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ചിലപ്പോൾ ഈ വീഡിയോന്റെ താഴെ കമന്റ്സ് വരും, അതായത് സ്ത്രീകളും ചതിക്കുന്നവരുണ്ടല്ലോ, സ്ത്രീകളും മറ്റേ എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നവരുണ്ടല്ലോ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളിലും പുരുഷന്മാരിലും നല്ല മനുഷ്യന്മാരും ഉണ്ട്, മോശ സ്വഭാവമുള്ള മനുഷ്യന്മാരും ഉണ്ട്. സോ നമ്മൾ ഒരിക്കലും കാറ്റഗറൈസ് ചെയ്ത് പറയരുത്. ഒരാൾ തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ആ തെറ്റ് ചെയ്യുമെന്ന് പറയരുത്. നമ്മളൊരു ആവറേജ് കണക്കെടുത്തിട്ടാണ് സ്ത്രീകളുടെ സ്വഭാവ രീതി ഈ രീതിയിലാണ് അല്ലെങ്കിൽ പുരുഷന്മാരുടെ സ്വഭാവ രീതി ഈ രീതിയിലാണ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീകളുടെ ഒരു സൈക്കോളജി പ്രകാരം അവരെപ്പോഴും ലോയൽ ആയിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് റിലേഷൻഷിപ്പിൽ. അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണറിന്റെ അടുത്തൊന്നും ആ ഒരു ലോയാലിറ്റി അവർ എക്സ്പെക്ട് ചെയ്യും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പെൺകുട്ടി ഒരുപാട് ആൺ സുഹൃത്തുക്കളുള്ള ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കാം. അവൾ കല്യാണം കഴിക്കുന്നു, അവൾ ആ ഒരു പാർട്ട്ണറിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ആ ഒരു ഇഷ്ടത്തിന്റെ ആ ഒരു ഡെപ്ത് കാരണം കൊണ്ട് ഇപ്പം ഇവരെല്ലാം ഈ ആൺ സുഹൃത്തുക്കളെല്ലാം ജസ്റ്റ് അവളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അവരുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കാൻ അവൾ ശ്രദ്ധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് തൻ്റെ ഹസ്ബൻഡിനാണ്. അപ്പം ഹസ്ബൻഡിന് ഇനി ഒന്നും തോന്നണ്ട അല്ലെങ്കിൽ ഹസ്ബൻഡിന് അതൊരു ഇഷ്ടക്കേടാവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികളും ഉണ്ട്. അപ്പം ഈ രീതിയിൽ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള ആളുകളെയൊക്കെ അവോയ്ഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെയൊക്കെ ഇഗ്നോർ ചെയ്യാൻ മനസ്സുള്ള ഒരു
കാറ്റഗറി ഓഫ് ആളുകളാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ പാരൻസ്, ഇപ്പൊ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട നമ്മുടെ പാരൻസിനെ വരെ വിട്ടിട്ടാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ കൂടെ പോകുന്നത്. അപ്പൊ ആ രീതിയിൽ ലോയാലിറ്റി കാണിക്കുന്ന ആളുകളാണ് സ്ത്രീകൾ. അപ്പം അവരെപ്പോഴും അവരുടെ പുരുഷന്മാരെ ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലുള്ള സമയത്ത് തന്റെ പാർട്ട്ണർ തന്നോട് ലോയൽ ആയിട്ട് ഇരിക്കണം എന്ന് അവർ ആഗ്രഹിക്കും. അത് അവർക്ക് നിർബന്ധമുള്ള ഒരു കാര്യം കൂടി ആയിരിക്കും. ഇനി അടുത്തൊരു കാര്യമാണ് സ്ഥിരത അല്ലെങ്കിൽ കൺസിസ്റ്റൻസി. സ്ത്രീകൾ എപ്പോഴും അവർക്ക് കിട്ടുന്ന സ്നേഹം കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഒരു ദിവസം നല്ല നല്ല പ്രിൻസസ് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് സ്നേഹിക്കുന്നു, നല്ല കെയർ ചെയ്യുന്നു. എന്നാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് സമയമില്ല, അപ്പൊ നിങ്ങൾക്ക് സ്നേഹിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ സ്നേഹം കൊടുക്കാതിരിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് അവളെ സ്നേഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അവൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളടുത്ത് ഒരു അകൽച്ച അല്ലെങ്കിൽ നിങ്ങളോടൊരു മടുപ്പ് പോലെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളിപ്പോൾ ഏത് രീതിയിലാണ് അവളെ സ്നേഹിക്കുന്നത് അത് തന്നെ നിങ്ങൾ ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കണം എന്ന് അവർ പറയുന്നില്ല, നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം ഒരേപോലെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സോ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അഞ്ചാമത്തെ ഒരു കാര്യമാണ് ടൈം ആൻഡ് അറ്റൻഷൻ. അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു സമയം മാറ്റി വെക്കാൻ തയ്യാറാവണം. ഇപ്പൊ നമ്മൾ ഒരുപാട് കാലം തിരക്കിട്ട് നമ്മൾ ക്യാഷ് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും മറ്റെന്ത് പർപ്പസ് ആണെങ്കിലും നമ്മൾ ഒരുപാട് കാലം നമ്മുടെ ഭാര്യനെ ഒന്നും കെയർ ചെയ്യാതെ ഒരുപാട് കാലം നമ്മൾ ജീവിച്ചു. അങ്ങനെ ജീവിച്ചിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ നല്ല മൊമെന്റ്സ് ഒക്കെ അവിടെ തീർന്നിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ നല്ല ടൈമൊക്കെ അവിടെ അവസാനിച്ചിട്ടുണ്ടാവും. പിന്നെ സ്നേഹിക്കാം, നാളെ സ്നേഹിക്കാം, തിരക്ക് കഴിഞ്ഞിട്ട് സ്നേഹിക്കാം. ഈ രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ള ഒരു അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു ദിവസമാണ് നിങ്ങളുടെ ലൈഫ്. സോ ഇന്നാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. സോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമയം നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ന് കൊടുക്കുക, നാളേക്ക് അത് മാറ്റി വെക്കാതിരിക്കുക. സോ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി ടൈം ഇപ്പോൾ ഡെയിലി ഒരു 1 hour അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ എങ്കിലും മാറ്റി വെക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അതെപ്പോഴും ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. തൻ്റെ ഭർത്താവിൽ നിന്നും അല്ലെങ്കിൽ തൻ്റെ പാർട്ട്ണറിൽ നിന്നും ഒരു ടൈം കിട്ടണം നമുക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് അറ്റൻഷൻ കിട്ടണം എന്നുള്ളത്. സോ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊന്നുമല്ല. ഈ ക്യാഷിന് വേണ്ടി, സൗന്ദര്യത്തിന് വേണ്ടി തൻ്റെ ഭർത്താവിനെ ചതിച്ചു പോകുന്നു, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പുകളിലേക്ക് പോകുന്നു. ആ രീതിയിലുള്ള സ്വഭാവ രീതികൾ സ്ത്രീകളിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും ആ ഒരു കാറ്റഗറി ഓഫ് ആളുകളാണ് എന്ന് നിങ്ങൾ വിലയിരുത്തരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എവിടെയും പോവില്ല. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മി രാഷ്ന സൈനിങ് ഓഫ്.